ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ടോട്ടൻഹാം മത്സരത്തെക്കുറിച്ചാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 4-3 എന്ന ഗോൾ സ്കോറിലാണ് ടോട്ടൻഹാം വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് അമോറിമിൻ്റെ ഗെയിം പ്ലേ, എന്താണ് ആ ഒരു മത്സരത്തിൽ എന്താണ് അമോറിമിൻ്റെ ഗെയിം പ്ലേ എന്ന് എനിക്ക് ഇപ്പോഴും സീരിയസ്ലി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. കാരണം ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ ഡെർബിയിൽ ജസ്റ്റ് ലക്ക് കൊണ്ട് മാത്രം വിൻ ചെയ്തതാണ്. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ഹൈ ലെവൽ പെർഫോമൻസ്, ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് മാഞ്ചസ്റ്റർ ഡെർബിയിലും യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഓൾറെഡി ഫോമിലിരിക്കുന്ന അമാദ്, അതുപോലെ തന്നെ മാറ്റിസ് ഡിലൈറ്റ്, ഹാരി മെഗ്വയർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോമിലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കളിച്ച ഡെർബിയിലായാലും അതിന് മുന്നേ ഉള്ള മാച്ചസിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിലാണ് ഹാരി മെഗ്വയറും ഉള്ളത്. അതുപോലെ തന്നെ റാഷ്ഫോർഡ്, അതായത് ഇത്രയും നല്ല കൗണ്ടർ അറ്റാക്കിൽ കളിക്കുന്ന ടോട്ടൻഹാമിന് എതിരെ കളിപ്പിച്ച ഒരു സ്ക്വാഡ് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. അതുപോലെ തന്നെ ഗർനാച്ചോ. ഡിഫൻസ് മിഡിലാണെങ്കിൽ ഇവർക്ക് പകരം റീപ്ലേസ് ചെയ്തത് എറിക്സൺ, അതായത് കസമീറോടെ ആ ഒരു പൊസിഷനിൽ ക്രിസ്ത്യൻ എറിക്സൻ്റെ പൊസിഷൻ തന്നെ പറയുന്നത് പ്ലേ മേക്കറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന പ്ലെയറിനെ പിടിച്ചിട്ട് ഡിഫൻസ് മിഡിലേക്ക് പ്ലേ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡിയാലോ ഓൾറെഡി റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അവനെ പിടിച്ച് ലെഫ്റ്റ് LMF പൊസിഷനിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോട്ടലി 3 ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ ആ 3 ഗോൾ ഗോളിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ്. 6 അടിച്ച 2 ഗോള് അത് ഗോളിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ്. അതേപോലെ തന്നെയാണ് അമാദ് അടിച്ച ലാസ്റ്റ് ഗോൾ, അമാദും പിന്നെ എവൻസും അടിച്ച ഗോളും. ജസ്റ്റ് ഡെർബിൽ എന്താണോ സംഭവിച്ചാൽ അതേ സംഭവം തന്നെ, അതേ ഒരു വീഴ്ച കൊണ്ട് മാത്രമാണ് 3 ഗോൾ സ്കോർ ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതും ക്വാർട്ടർ ഫൈനൽ മത്സരമെന്നുള്ളൊരു ബോധം വരെ ഇല്ല. എന്താണ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അമോറിം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ 2 AMFനൊക്കെ ഒരുമിച്ച് പ്ലേസ് ചെയ്യുന്നത്. അതിന് മുന്നത്തെ കളി ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ടെൻഹാഗ് ആണെങ്കിലും നെസ്റ്റൽ റോയ് ആണെങ്കിലും ഇതുവരെ ഞാൻ പേരിൻ്റെ പ്ലെയർ മെൻസൺ മൗണ്ട്, മൗണ്ടിനൊന്നും ഇതുവരെ ഞാൻ ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്തുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. 2 AMF, അതും യുണൈറ്റഡിൻ്റെ ഫോം വെച്ചിട്ട് 2 AMF. യുണൈറ്റഡിൽ വന്നിട്ട് ഇതുവരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തൊരു പ്ലെയറാണ് മാൻസൺ മൗണ്ട്. പക്ഷെ മാൻസൺ മൗണ്ടിനെ ഫസ്റ്റ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത്, അതും ഡെർബിയിലായാലും അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ചസിലായാലും. എന്താണ് ഉദ്ദേശിക്കുന്നത് അമോറിമിന് തന്നെ വ്യക്തമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓരോ ഫാൻസിനും മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു രീതിയിലാണ് ഗെയിം പോകുന്നത്. കാരണം ഓൾറെഡി ഒരു സ്ക്വാഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ബിഗ് മാച്ചസ് വരുമ്പോൾ ആ ഒരു നല്ലൊരു സ്ക്വാഡിൽ ഓൾറെഡി ഫോമിലുള്ള പ്ലെയറിനാണ് ഓൾറെഡി എല്ലാ മാനേജറും ആദ്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ അമോറിമിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അമോറിമിന് തന്നെ മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ കോമഡി ആൻ്റണീനെ ഈ കാർബോ കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആദ്യ ലെവലിൽ ആൻ്റണീനെ ഉൾപ്പെടുത്തി. ആൻ്റണി ഒരുപാട് മാച്ചസ് ആയിട്ട് സ്ക്വാഡിൽ തന്നെ, അത് സബ്സ്റ്റിറ്റ്യൂട്ടനായിട്ട് വളരെ റെയറായിട്ട് ഇറക്കുന്നതാണ് ആൻ്റണീൻ. പക്ഷേ അങ്ങനെയുള്ള ആൻ്റണീനെ പിടിച്ചിട്ട് ഫസ്റ്റ് സ്കോറിലെടുത്ത് ഓൾറെഡി 10 ഗോളിന് മേലെ സ്കോർ ചെയ്ത ഗർനാച്ചോ ആയാലും അതുപോലെ തന്നെ റാഷ്ഫോർഡ്, ഇവർ രണ്ടാളെയും റാഷ്ഫോർഡ് സബിലേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഗർനാച്ചോ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ്, കാരണം ആ ഒരു ചെറിയ സമയം കൊണ്ട് ഓൾറെഡി ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയം കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ടോട്ടലി ഒരു ഗെയിം പ്ലേ ഇല്ലാതെ കളിച്ച ഒരു ഫീലിംഗാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഗായ്സ്.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ടൊന്നും അങ്ങോട്ട് ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ ഒരു മാറ്റി ചിന്തിച്ചില്ല. ഒന്നിക്ക് 3-4-3 ആ ഒരു ഫോർമുലേഷൻ ആകുമ്പോൾ അത്യാവശ്യം അറ്റാക്കിങ്ങിലും ഡിഫെൻസീവിലും ഓൾറെഡി കസമീറോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിലാണ്. കസമീറോനെ എന്തുകൊണ്ടാണ് പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എനിക്ക് കോച്ചസ് മാറി വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. കാരണം ചില പ്ലേയേഴ്സിനോട് ഒരു പേഴ്സണൽ ഫേവറിസം കാണിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയ ആ ഒരു 4 മാച്ചസ് അല്ലാണ്ട് അതിനുശേഷം വന്ന എല്ലാ കളിയും അട്ടർ ഫ്ലോപ്പാണ്. കാരണം നിസ്റ്റൽ റോ ഉള്ള സമയത്ത് കസമീറോ നല്ല ഫോമായിരുന്നു. കാരണം കസമീറോ എന്ന് പറയുമ്പോൾ ഉഗാട്ടിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് വന്ന് ഗോൾ സ്കോർ ചെയ്യുക. അത്യാവശ്യം കിക്കിംഗ് പവർ ആയാലും ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ ഗോൾ അടിക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ള പ്ലെയറാണ് കസമീറോ. അതുപോലെ ഡിഫെൻസീവിലായാലും ഒഫെൻസീവിലായാലും മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് കസമീറോ. പക്ഷെ ഇത്രയും നല്ലൊരു പ്ലെയറിനെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ DMF ആയിട്ട് കളിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ ബിഗ് മാച്ചസ് ആണ്. ഇനിയിപ്പോൾ ആർസണലായിട്ട് തന്നെ ഒരു കളി വരാനുണ്ട്, അതുപോലെ തന്നെ ലിവർപൂളായിട്ട് കളി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളിയിലേക്ക് ഈ ഒരു സെയിം പാറ്റേണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം റിസൾട്ടൊക്കെ തന്നെ ഉണ്ടാവും. ഈ ഒരു സീസൺ ഇങ്ങനെ തന്നെ പോകുന്നുണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അല്ലാണ്ട് വലിയൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും, കാരണം അത്രയും ഹൈപ്പിലാണ് അമോറിമിനെ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത്. കാരണം അവിടെ സിറ്റിയുടെ 4-0 പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിച്ചു. കാരണം ഉള്ള കാര്യം തന്നെയാണ്, സ്പോർട്ടിങ്ങിൽ പുള്ളിക്കാരൻ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു മാനേജർ തന്നെയാണ്. പക്ഷേ പ്രീമിയർ ലീഗിൽ വന്നിട്ട് ആ ഒരു സെയിം പാറ്റേൺ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വർക്കാവില്ല. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം പറയുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.